നമസ്കാരം, ന്യൂസ് എഡിറ്റർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വായിക്കാൻ പോകുന്നത് മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ന്യൂസാണ്. കനലുകൾക്കിടയിലെ നയതന്ത്ര നീക്കം. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ പ്രക്ഷുബ്ധതയ്ക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ UAE സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണ്. സന്ദർശന വേളയിൽ ഇരു രാജ്യവും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാന കരാറുകൾ കേവലം സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം സുരക്ഷാ പങ്കാളിത്തത്തിന് പുതിയ അടിത്തറയിടുന്നു. ഊർജ്ജ സുരക്ഷ, പ്രതിരോധ സഹകരണം, സാമ്പത്തിക നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഈ 4 തൂണുകളിൽ ഉറച്ചു നിൽക്കുന്ന കരാറുകൾ ഇന്ത്യ UAE ബന്ധത്തെ പുതിയ ഉയരത്തിലേക്ക് നയിക്കും. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും കാരണം ആഗോള ഊർജ്ജ വിപണി കടുത്ത അനിശ്ചിതത്വം നേരിടുമ്പോൾ ഈ കരാറുകൾ ഇന്ത്യയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾക്ക് സംരക്ഷണം ഉറപ്പു നൽകുന്നു. കുറച്ചുകൂടി നേരത്തെ ആവാമായിരുന്നു ഈ നീക്കം എന്ന് നയതന്ത്രജ്ഞർ കരുതുന്നു. ഇന്ത്യയിലെ കരുതൽ പെട്രോളിയം ശേഖരം 3 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ആയി ഉയർത്താൻ ധാരണയായത് നേട്ടമാണ്. ആഭ്യന്തര വിപണിയിൽ പാചകവാതക ലഭ്യതയും വിലക്കയറ്റ നിയന്ത്രണവും ഉറപ്പാക്കാൻ ദീർഘകാല LNG വിതരണ കരാറുകൾ സഹായകമാകും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം എണ്ണവില കുതിച്ചുയർന്നാലും ഇന്ത്യക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ഇന്ധനം ഉറപ്പാക്കാൻ ഈ ധാരണ സഹായിക്കും. ഇത് രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിന് കരുത്തു പകരുന്നതോടൊപ്പം ആഭ്യന്തര വിപണിയിലെ ഊർജ്ജ പ്രതിസന്ധിയെ പൂർണ്ണമായും ഒഴിവാക്കാനും സഹായിക്കുമെന്ന് സർക്കാർ കരുതുന്നു. നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ സംയുക്ത വികസനം, സഹ ഉൽപാദനം, തീവ്രവാദ വിരുദ്ധ സഹകരണം, സൈബർ പ്രതിരോധം എന്നിവ ലക്ഷ്യമിടുന്ന കരാറുകളും ഒപ്പിടാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലേക്കും ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുമായി $500 കോടി വൻ നിക്ഷേപമാണ് UAE പ്രഖ്യാപിച്ചത്. ഈ തുക രാജ്യത്തെ ദേശീയപാതകൾ, തുറമുഖങ്ങൾ, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ എന്നിവയിലേക്ക് നേരിട്ടെത്തിക്കും. ഇത് രാജ്യത്തെ നിർമ്മാണ മേഖലയ്ക്കും വ്യവസായങ്ങൾക്കും വലിയ കുതിച്ചുചാട്ടമാകും. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധിശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 8 എക്സാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനായുള്ള കരാറിലും ഒപ്പുവെച്ചു. ഗുജറാത്തിലെ വാടി ഞാറയിൽ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഒരുക്കുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡും ദുബായ് ഡ്രൈ ഡോക്സും തമ്മിലുള്ള ധാരണാപത്രവും പുതിയ അവസരങ്ങളിലാണ് തുറക്കുന്നത്. ഇത് സമുദ്ര വ്യാപാര ശേഷി വർദ്ധിപ്പിക്കുകയും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് കൂടുതൽ ഊർജ്ജം പകരുകയും ചെയ്യും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രവാസി മലയാളി സമൂഹത്തിനും പ്രതീക്ഷ നൽകുന്നതാണ് ഈ കരാറുകൾ. പ്രവാസികളുടെ തൊഴിൽ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിലെ ആശങ്കയകറ്റാൻ ഈ സൗഹൃദം പുതുക്കൽ തീർച്ചയായും വലിയൊരളവ് സഹായകമാകും. UAE പ്രഖ്യാപിച്ച വൻ നിക്ഷേപത്തിന്റെ വലിയൊരു പങ്ക് കേരളത്തിലെ സംരംഭകർക്കും ഇവിടത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും അനുകൂല അന്തരീക്ഷം ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്റ്റാർട്ടപ്പുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നിവയിൽ കേരളത്തിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ വരാൻ ഇത് കാരണമാകും. UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ സന്ദർശനത്തിനിടെ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാവൂ എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടത് ആഗോള സാമ്പത്തിക ഭൗമരാഷ്ട്രീയ സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.